വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട സംസ്കാരവും ആകാശത്തിലെ മേഘങ്ങളും കൂടിച്ചേരുന്ന സുന്ദരമായൊരു ഗ്രാമത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങ് നേപ്പാളിൽ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് അന്നപൂർണ മലനിരകളുടെ മടിത്തട്ടിൽ അങ്ങനെയൊരിടമുണ്ട്. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒന്നിക്കുന്ന ഗാന്ത്രൂക്ക് എന്ന സുന്ദരമായ ഗ്രാമം. ഇവിടുത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓരോ വീടുകൾക്കും നൂറുകണക്കിന് കഥകൾ പറയാനുണ്ട് നമ്മളോട്. ആ കഥകൾ കേൾക്കാൻ കഴിഞ്ഞ ദിവസം പൊഖ്രയിൽ നിന്നും ബസ് കയറി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഈ സുന്ദരമായ ഭൂമിയെ അടുത്തറിയാൻ, ദൈവങ്ങൾ വരെ കാത്തിരിക്കുന്ന സ്വർഗതുല്യമായ ഇവിടുത്തെ സൂര്യോദയം നേരിൽ കാണാൻ, ആ സുന്ദര കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ. എങ്കിൽ വരൂ, നമുക്കൊരുമിച്ച് പടി കയറാം ഗാന്ത്രൂക്ക് എന്ന ഈ സുന്ദര ഗ്രാമത്തിലേക്ക്. ബസ്സിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ഹൈക്കിംഗ് ഉണ്ട് നമുക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ല സ്റ്റെപ്പുകളുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് അന്നപൂർണ മലനിരകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തലയുയർത്തി നോക്കുന്നുണ്ട്. ഞാനും ആ ഒരു ടൂറിസ്റ്റുകളുടെയൊക്കെ കൂടെ പുറകെ നടന്നു. വഴിയൊന്നും പരിചയമില്ല, എങ്കിലും വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ പല വഴികളിലായിട്ട് ചിതറിപ്പോയി. നമ്മൾ അവിടെ നിന്ന് കയറിയ പാടെ കോൺക്രീറ്റിൻ്റെ കുറച്ചധികം ബിൽഡിങ്ങുകൾ കണ്ടു. അവിടെയൊക്കെ ഗസ്റ്റ് ഹൗസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു മലയുടെ സൈഡിൽ കൂടിയുള്ള വഴി കൂടി ഇങ്ങനെ നടന്ന് ഞാൻ കുറേയധികം മേലോട്ടേക്ക് കയറി വന്നു കേട്ടോ. ഇതാ ഇപ്പം ഞാനും കുറേയധികം പടികളും മേലെയായിട്ട് ഒരു വീടും കാണാൻ പറ്റുന്നുണ്ട്. ഹലോ, ടാറ്റാ ടാറ്റാ. മല കയറി വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു കൊച്ചിനെ അവിടെ കണ്ടേ. അവൻ എന്തൊക്കെയോ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്തെല്ലാം മുഴുവൻ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണേ. എനിക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ ഫീലിംഗ് കിട്ടുന്നില്ല. ഇവിടെ ഗ്രാമത്തിലേക്ക് മല കയറാനായി സുന്ദരമായിട്ട് കല്ലുപാകിയ പാതകളൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂര്യൻ പതുക്കെ അങ്ങനെ അസ്തമയത്തിൻ്റെ ആ ഒരു പാതയിലാണ്. തണുപ്പ് നല്ല രീതിയിലായി തുടങ്ങി. വീണ്ടും ഉണ്ടല്ലോ മേലോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ടോപ്പിലോട്ട് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. നോക്കി ഞങ്ങൾ ഇവിടെ നിന്നുമാണ് യഥാർത്ഥമായിട്ടുള്ള കാഴ്ച. അന്നപൂർണ റേഞ്ച് പതുക്കെ വെട്ടി ആ ഒരു ഗോൾഡൻ കളറിലേക്ക് തിളങ്ങാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു സ്ഥലത്തിനെ, ഈ ഒരു ഗ്രാമത്തിനെ ഫേമസ് ആക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നുള്ള ഈ അന്നപൂർണ റേഞ്ചിൻ്റെ വ്യൂ മാത്രമല്ല, അത് അവിടെ നോക്കിയ കടലിൻ്റെ തിരയുടെ ഇടയ്ക്ക് പോലെ നമ്മളുടെ മജിപ്പിച്ചു. എൻ്റെ അവൻ അതിൻ്റെ തുരുമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗത്ത് മൊത്തം കാർമേഘം കയറിയിട്ടാണുള്ളത്. ദൈവമേ, മഞ്ഞാവണേ. മാച്ചു പുച്ചരെ എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉച്ചാരണം. മീനിൻ്റെ വാല് എന്നാണ് കേട്ടോ അതിൻ്റെ ഇവിടെയുള്ള അർത്ഥം. കല്ലുപാകിയ വഴിയിലൂടെ മുൻപോട്ടേക്ക് നടക്കുമ്പോൾ പതുക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു ബിൽഡിങ്ങുകൾ, പഴയ വീടുകളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നേരെ നടന്നുണ്ടല്ലോ, ഇതാ ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലുള്ള ഇവരുടെ ഒരു ടൗണിൻ്റെ പോലത്തെ ഭാഗമാണ്. അങ്ങോട്ടേക്കാണ് എത്തുന്നത്. ഇതുണ്ട്, ഇവിടെ കുറേ നമ്മളുടെ സൗരോർജ്ജ പാനലുകളൊക്കെ കാണാം. ഈ സൈഡിലായിട്ട് പല ഷോപ്പുകളും ഉണ്ട് കേട്ടോ. വീണ്ടും ഞാൻ നടന്ന് വരുമ്പോൾ മലയാളം കളകളാരവം അതും നമ്മുടെ അന്നപൂർണ റേഞ്ചിൻ്റെ ഇവിടെ വെച്ചിട്ട്. നിങ്ങൾ നാട്ടിലെവിടെ നിന്നായിരുന്നു? കൊല്ലം. ആ, ഓക്കെ. കോഴിക്കോട്. കോഴിക്കോടുകാരൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഗ്രാമം ചുറ്റി കറങ്ങി കണ്ടു അല്ലേ? നിങ്ങൾ അന്നപൂർണ പോകാൻ വേണ്ടിയിട്ടാ ബേസ് ക്യാമ്പ്? പൂൺ ഹില്. ഓക്കെ. ഈ ഒരു ഭാഗത്ത് കുറേ ഏതൊക്കെയോ ട്രക്കിങ്ങുകളുണ്ട്. എന്തായാലും അടിച്ചു പൊളിക്ക്. കണ്ടതിൽ സന്തോഷം. ഒരുപാട് ഹോം സ്റ്റേകൾ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇരുട്ടായി തുടങ്ങി, റൂം തപ്പട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സാധനം മേഘം പതുക്കെ കയറി വരുന്നുണ്ട്. മേഘം കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. പഴയ ബിൽഡിങ്ങുകൾ കണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാനാണ് ശരിക്കും ആ ഒരു മലകളൊക്കെ രസം. ഇവിടെ അല്ലാണ്ട് മലകളൊക്കെ രസം, അവിടെ അല്ലാണ്ട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ഉണ്ട്. ശരിക്കും ഈ ഒരു നാട് അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഗാന്ത്രൂക്ക് വില്ലേജ് തന്നെ 1, 2, 3 അങ്ങനെ 3 ഫേസ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങ് ദൂരമായിട്ട് നമുക്ക് വേറൊരു വില്ലേജ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെ കിടക്കാം അല്ലേ? ശരിക്കും ഉണ്ടല്ലോ ഇവരുടെ ആ ഒരു പഴമയുള്ള വീട് നോക്കി നിങ്ങൾ. ഇവരുടെ പണ്ടുള്ള ആളുകൾ എത്രമാത്രം എന്താ പറയുക, ആ ഒരു സൗന്ദര്യബോധമുള്ള ആളുകളായിരുന്നു എന്നുള്ളത് ഈ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ ആ ഒരു നിർമ്മാണ രീതിയൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. പക്ഷെ ഇപ്പം വെറും പെട്ടി ബിൽഡിങ്ങുകളല്ലേ വരുന്നത്. ഞാൻ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് നമ്മളുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീട്. ആ വീടിനോട് ചേർന്ന് തന്നെ അവരുടെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അന്നപൂർണ ഗംഗാപൂർണ, ഓക്കെ, അത് രണ്ടുമാണ് ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. മാച്ചു പിച്ചു നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ.
ഇതുപോലുള്ളൊരു സ്ഥലത്തിൻ്റെ റീലാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ശരിക്കും ഈ ഒരു ഗാന്ത്രൂക്ക് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഭയങ്കര പ്രസിദ്ധമായത്. അതായത് ആ ഒരു കൊറോണയ്ക്ക് ശേഷം കേട്ടോ. എന്തായാലും ഞാനിവിടെ റൂം സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇവർ പറഞ്ഞതേ നമ്മളുടെ 1200 രൂപയ്ക്ക് 2 ദിവസത്തേക്ക്, ഇന്നുണ്ട് നാളെയുണ്ട്. കാരണം നാളെ നമുക്ക് ഈ ഗ്രാമം മുഴുവൻ കാണാം, നടന്ന് കാണാം. ഇന്നിപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഞാൻ പുറത്തോട്ട് കാണിക്കാനായിട്ട് ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം നാളെ രാവിലെ ഇതൊക്കെ കാണിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഡിന്നർ, ചായ ഒക്കെ ഇൻക്ലൂഡായിട്ട് 1200 രൂപ നമ്മുടെ ഇന്ത്യൻ മണിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 2 ദിവസത്തേക്കും കൂടി. അപ്പോൾ ഒരു 600 രൂപയ്ക്ക് കുഴപ്പമില്ലല്ലോ. നല്ല കിടിലൻ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, അതുപോലെ തന്നെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടും. ഇതാണ് കേട്ടോ നമ്മുടെ ഭയ്യാജി. ഭയ്യാജി നമസ്തേ. नमस्ते नमस्ते, वेलकम टू गांधरुक सेंटर पॉइंट होम स्टे। ओह थैंक यू, कैसे हैं आप? हम बहुत अच्छा है। बहुत अच्छा है दीदी, नमस्ते। ओके आप आया, हाँ हम लोग के लिए बहुत अच्छा लगा है। अच्छा रहो, ഈ ബോർഡ് में टेलीफोन नंबर भी है। ഇതാണ് കേട്ടോ നമ്മുടെ ഭയ്യാജി. ഞാൻ രാവിലെ വിശദമായിട്ട് സുബഹ सुबह പൂര ദേഖേഗാ അഭി നൈറ്റ് ആണ് ഇസിലെ ലൈറ്റ് നയ്യേ. വളരെ സ്നേഹത്തോടെ ഇടപഴകുന്ന ഈ ഭയ്യാജീനെയും ദീദീനെയും കണ്ടുകൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടെ എന്തായാലും ഇന്ന് താമസിക്കാമെന്ന് വിചാരിച്ചത്. ഗാന്ത്രൂക്ക് സെൻട്രൽ പോയിന്റ് എന്നാണ് ഇവരുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ പേര്. എന്നെ കൂടാതെ ഇവിടുത്തെ കുറച്ച് കോളേജ് പിള്ളേർ കൂടി ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ താമസവും അതുപോലെ തന്നെ ഭക്ഷണവും പിന്നെ ഇവർ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അതൊക്കെ ഈ ഒരു പൈസയുടെ ഉള്ളിൽ പെടുന്നതാണ് കേട്ടോ, ചിന്തിച്ച് നോക്കണം. അപ്പം ഇവിടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ദിവസം. ഭയ്യാജി ഇപ്പം എന്നോട് ഒഫീഷ്യലായിട്ട് സംസാരിച്ചതാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വന്നപ്പോൾ പറഞ്ഞു കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല നമ്മളുടെ എന്താ പറയുക ഭയ്യാജിയും പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട് ദുബായ് സൈഡിൽ. അപ്പോൾ കൂടെ മലയാളികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങളുടെ ആൾക്കാർ ഒറ്റയടിക്ക് വെള്ളം അടിക്കുന്ന പരിപാടി ഭയങ്കരമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. आप लोग किधर से? अच्छा ओके. हमारा जो बहन जी आया पाकिस्तान से. ओह नाइस टू मीट यू. कैसे लगा नेपाल आपको? Amazing. ഞാൻ ആ കോളേജ് പിള്ളേരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ ഭയ്യാജി ഇവരെ പരിചയപ്പെടുത്തി തന്നത്. ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന് അതിനുശേഷം ഇപ്പോൾ ലണ്ടനിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഇവർ കേരളത്തിൽ വരുന്നുണ്ട്, കേരളം സുന്ദരമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അതായത് ഇവരുടെ കൂടെ ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഭൂരിഭാഗവും മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ കേരളത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഇന്ത്യയും അതുപോലെ തന്നെ കേരളത്തിൽ പ്രധാനമായിട്ടും വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ പല ആളുകളെ നമുക്ക് കണ്ടുമുട്ടാം. ഞാനിതാ നമ്മളുടെ കേരളത്തിന് ഇവിടെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഗരം പാനി, എന്തായാലും ചൂടുവെള്ളം കുടിച്ചിട്ട് തുടങ്ങാം. ആള് ചില്ലറക്കാരിയല്ല കേട്ടോ. 35th കൺട്രി, 35ാമത്തെ കൺട്രിയാണ്. 2 വർഷമായിട്ട് ഇങ്ങനെ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബടിയ कौन सा कंट्री बहुत अच्छा लगा? बहुत सबसे ज्यादा मुझे अर्मेनिया, जॉर्जिया, ओके, इराक और नेपाल. ഇത്തരം കൺട്രികൾ വളരെ എന്താ പറയുക നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയ്യാജി ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുകയാണ് കേട്ടോ. നാളെ അതിരാവിലെ നമുക്കിത് അവിടെയായിട്ട് സൂര്യോദയം കിട്ടുക. അഭി ഖരം ഹോ ജായേഗാ നാ? അച്ഛാ എല്ലാം ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അത് കണ്ടോ, അവിടെ ഒരു പഴയ സ്റ്റൈലിലുള്ള വീടുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളൊക്കെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ പ്രിഫർ ചെയ്തിട്ട് ഇവിടെയുള്ള ഹോം സ്റ്റേകളൊക്കെ പൊളിച്ച് അവർ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഇത് കണ്ടങ്ങൾ ഇവിടെ അല്ലാതെ കോൺക്രീറ്റ് തൂണുകളൊക്കെ വന്നു. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇവർ കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് മാറും കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ട്രഡീഷണൽ സാധനങ്ങളിൽ താമസിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സാധനമൊക്കെ പൊളിച്ചു പോകും. പിന്നെ വെറും ഈ ഷിംല അല്ലെങ്കിൽ മണാലിയൊക്കെ പോലുള്ള വെറും ടൗൺ മാത്രമായിട്ട് മാറും ഈ ഒരു സ്ഥലങ്ങളൊക്കെ. പതുക്കെ എല്ലാവരും താഴോട്ടേക്ക് വന്നു, തീ കത്തിച്ചെടുത്തേക്ക്. എന്താ പിള്ളേരെല്ലാം ശരിക്കും ഇവർ കോളേജ് കഴിഞ്ഞിട്ട് അവരുടെ ഫൈനലും കഴിഞ്ഞിട്ടുള്ള ആഘോഷമാണ്. അപ്പോൾ കറങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഡാൻസ് പരിപാടി ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് ആഘോഷം. ഇവർ വന്നപ്പോഴേ ഇവിടുത്തെ ആ ഒരു മ്യൂസിക് ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ട്രഡീഷണൽ മ്യൂസിക്, റൈറ്റ്? യെസ്, ട്രഡീഷണൽ മ്യൂസിക് വിത്ത് ട്രഡീഷണൽ ഡാൻസ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. Come on, come on. Indian dance.
നമുക്ക് വെൽക്കം ആണ് കേട്ടോ ആദ്യമേ പറയുന്നത്. അടുത്ത ദീദീനെ വെൽക്കം ചെയ്തു കേട്ടോ. ഇതുണ്ടല്ലോ നമ്മള് ദീപാവലിക്ക് അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി പോയില്ലായിരുന്നോ, അന്നേരം ഇപ്പൊ റാപ്പ് ടൈപ്പ് പാടില്ലേ, അതേ പരിപാടി തന്നെയാണ് കേട്ടോ. ഇവരെ എല്ലാരും ഉൾപ്പെടുത്തി ഒരു റാപ്പ് ടൈപ്പ് സാധനം. നമ്മൾ സ്കീമിൽ കേട്ട് മറന്ന പാട്ടുകളില്ലേ, നമ്മുടെ ബീരാജ് ഭയ്യൻ്റെ ഒക്കെ കൂടെ പാടിയത് അതേ പാട്ട് ഇവിടെ കേട്ടോ. ഒക്കെ ട്രെൻഡിങ് പാട്ടുകളാണ് ഇവിടെ. പെട്ടെന്നാണ് നമ്മളുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ദീദി അവിടെയുള്ള ഒരു ട്രൈബൽ സോങ് നമുക്ക് വേണ്ടിയിട്ട് വെക്കാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞത്. പാകിസ്ഥാനിലും പല ട്രൈബുകളുണ്ട്, പല ട്രൈബുകളുടെയും ഭാഷയും അവരുടെ പാട്ടും ഒക്കെ വ്യത്യാസമാണ്. ഇതുപോലുള്ള പാട്ടുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യാൻ ഞങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ, കാരണം യൂട്യൂബ് കോപ്പിറൈറ്റ് തരും. ഇതുണ്ടല്ലോ സിന്ധ് എന്ന് പറയുന്ന ആ ഒരു ഭാഷയിൽപ്പെട്ട ആ ഒരു രീതിയിൽ ട്രൈബൽ അവരുടെ ആയി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ശരിക്കും അവരുടെ ഇടയിൽ ആ വലിയ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഓളമുണ്ടാക്കുന്ന ഒരു പാട്ടാണ് എന്നുള്ളത് ആ ദീദിയുടെ ആ ഒരു ഉത്സാഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായേ. കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഡാൻസിന് ചേർന്നു. നോക്കിയേ നിങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഈ ഒരു രാത്രി ശരിക്കും നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ തമ്മിൽ എത്രമാത്രം ശത്രുതയുണ്ട്, പക്ഷേങ്കിൽ നോക്കിയേ നിങ്ങൾ ഈ ഒരു രാത്രിയിൽ ഇവിടെ ഈ ഒരു ചൂടിന് ചുറ്റും ഇവിടെ തീയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഒരുമിച്ച് ആടുകയാണ്, പാടുകയാണ്. ശരിക്കും ഈ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്വേഷങ്ങൾ, അതൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഉണ്ടായിത്തീർന്ന സാധനമാണ്. ശരിക്കും നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ അതിനൊന്നും വലിയ സ്ഥാനം കൊടുക്കരുത് കേട്ടോ. നമുക്ക് എല്ലാ അതിരുകളും ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ അതിരുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വിസയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് സഞ്ചരിക്കാം, പറന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര രസമായിരിക്കും എന്നുള്ളത് അല്ലേ. നമ്മൾ വെച്ചേക്കുന്നുണ്ടല്ലോ പാകിസ്ഥാനിലുള്ള സിന്ധ് എന്ന് പറയുന്ന അവരുടെ ഭാഷയിൽ, ആ ഭാഷയുടെ പാട്ടാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ മലയാളം പാട്ടിനെ നമുക്കങ്ങനെ മറന്നു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ മലയാളം പാട്ടും വെച്ച് അവരുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്ത് ശരിക്കും ആ ഒരു രാത്രി നമ്മൾ ആഘോഷമാക്കി. ഒരു ഭാഷയും വീട്ടിൽ കേട്ടോ. അങ്ങനെ തണുപ്പ് കൂടി വന്നു. നമുക്കിനി ഡിന്നറിൻ്റെ ടൈമായി. ഡിന്നറിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ചീരയില്ല, ആ ഒരു ചീരയുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ഇവരുടെ ആ ഒരു ചട്നിയുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട് കേട്ടോ, പിന്നെ ദാളുണ്ട്. ഈ തണുത്ത കാലാവസ്ഥയിൽ വയറ് നിറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ചൂട് ഭക്ഷണം കിട്ടുക എന്നതിൽ പര സന്തോഷം വേറെ ഇല്ല കേട്ടോ. ഭയ്യാജി അങ്ങനെ നമ്മളുടെ വയറ് നിറയുന്ന വരെ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രിയായി, തണുപ്പ് കൂടി. ഇനിയിപ്പോൾ നാളെ അതിരാവിലെ നമുക്ക് ഉണരേണ്ടതുണ്ട് ഗാന്ത്രൂക്കിൻ്റെ സ്വർഗ്ഗതുല്യമായ സൂര്യോദയം കാണാൻ. ഗുഡ് മോർണിംഗ്. അതിരാവിലെ ഞാൻ എണീറ്റതാ നമ്മളുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ ഇവിടെ നിന്നും ഒരു വ്യൂ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നല്ല കിടിലൻ തണുപ്പാണ്. പക്ഷേങ്കിൽ ഇന്ന് ക്ലൗഡ് കയറിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ല. ഉദിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഗോൾഡൻ കളർ ഈ ഒരു ഭാഗത്ത് വരും കേട്ടോ. പാച്ചിപ്പച്ചൊക്കെ കിടക്കുന്ന കണ്ട ഞങ്ങൾ. വെയിറ്റ് ചെയ്യ്. സ്വർഗം നമ്മുടെ മുമ്പിൽ ഉദിക്കാനായിട്ട് പോവുകയാണ് ഇനി ഞങ്ങൾ. കൂടെ ഡാൻസ് കളിച്ചവരാരും രാവിലെ ഉണർന്നിട്ടില്ല. പാകിസ്ഥാൻകാരി മാർവിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കൂടിയുണ്ട്, അവിടെ നിന്നാൽ നല്ല രീതിയിൽ സൂര്യോദയം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നത്. ശരിക്കും നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീണത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും അതൊക്കെ ആസ്വദിക്കാനും വേണ്ടി കൂടിയല്ലേ അല്ലേ. നോക്ക് നിങ്ങൾ, അങ്ങ് മാച്ചുപ്പച്ചുവിൻ്റെ മേലേക്ക് സൂര്യപ്രകാശത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് അതിലും മേലെയുള്ള മേഘങ്ങൾ ആദ്യം ചുവന്ന് തുടുക്കുന്നുണ്ടോ നിങ്ങൾ. അതിനുശേഷം പതുക്കെ ആ ഒരു ചുവപ്പ് താഴോട്ടേക്ക് ഇറങ്ങി വരുവേ. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ അന്നപൂർണയുടെ മേലെയും പതുക്കെ
വെയിൽ ഇപ്പം തൊടേണ്ടതാണ്. ഗംഗാപൂർണ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ കണ്ട് നിങ്ങൾ ക്ലൗഡ് ബെഡായിട്ട് ഒരു ബെൽറ്റ് പോലെ അണിഞ്ഞേക്കുന്ന രീതിയിൽ എന്നാ രസമല്ലേ, എന്ത് സുന്ദരമായ നാടാണുള്ളത്. ശരിക്കും നമ്മളറിയാത്ത, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും അധികം വിവരങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള എത്രയോ സുന്ദരമായിട്ടുള്ള നാട്, ഗ്രാമങ്ങൾ, കാഴ്ചകൾ ഒക്കെ നമ്മുടെ ഈ ഒരു ലോകത്തുണ്ട് അല്ലേ. ചിന്തിച്ച് നോക്കി നിങ്ങൾ. ശരിക്കും ഇതൊക്കെ കാണാതില്ല പല ആളുകളും ജീവിതമൊക്കെ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ വെറുതെ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. എന്താ കാര്യം? അങ്ങനെ ജീവിതം മടുക്കുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക, അങ്ങോട്ട് എല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പുറത്തോട്ട് ഇറങ്ങുക. എന്നിട്ട് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വാ. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡ് ഉണ്ടല്ലോ മോട്ടിവേറ്റഡ് ആവും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ വരത്തില്ല. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ അന്നപൂർണ്ണ അതാ ചോന്ന് തുടുക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ എന്ത് കാഴ്ചയായി കാണുന്നത്. ഓഫ്, ഇത്രയും നടന്ന് നമ്മൾ കയറി വന്നത് ഇതുപോലുള്ള സുന്ദരമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ. കൊടും തണുപ്പാണെങ്കിൽ എന്താ, കാഴ്ചയ്ക്ക് വല്ല കുറവുണ്ടോ? ഓ എൻ്റെ അന്നപൂർണേ. അവസാനത്തെ ആ ഒരു വിളിയിൽ ചെറിയൊരു റൊമാൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ സ്ഥലത്തിന് അത്ര മാത്രം ഫീലുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത നേപ്പാൾ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രദേശമായിട്ട് ഈ ഒരു ഗാന്ത്രൂക്ക് വില്ലേജിനെ നിങ്ങൾ നോക്കി വെച്ചോ. ഇങ്ങോട്ടേക്കുണ്ടല്ലോ നടന്നല്ലാതെ ബസ്സിന് വരാനുള്ള ഓപ്ഷനുണ്ട്. വണ്ടി ഇങ്ങോട്ടേക്ക് വരും. പുതിയ റോഡിൻ്റെ കട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം പ്ലാൻ ചെയ്യുമല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെ മേഘങ്ങളൊക്കെ മാക്സിമം ഒഴിഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളുടെ അന്നപൂർണ റേഞ്ച് നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ മാച്ചുപ്പച്ചുവും പതുക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തല ഉയർത്തി ആ ഒരു സ്വർണ്ണ കിരീടം അണിഞ്ഞങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ നമ്മളെ. എൻ്റെ പൊന്നെ, ശരിക്കും ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളതല്ലേ? ഇതൊക്കെ കാണണ്ടേ? നമ്മളുടെ ബാക്കിൽ ഈ തെളിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ മുസ്താങ്ങിൽ നിന്ന് നമ്മളുടെ ഗിയർ ചേഞ്ച് ചെയ്ത് ഇങ്ങടേക്ക് വന്നത്. നമ്മൾ മുസ്താങ്ങിൽ കണ്ട പോലത്തെ ഒരു സൂര്യോദയത്തിൻ്റെ കാഴ്ചയോ ഒന്നുമല്ലല്ലോ ഇവിടെയുള്ളത്. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നു കാണേണ്ട ഒരു സൂര്യോദയത്തിൻ്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു അന്നപൂർണ റേഞ്ചസ് ആണ് കേട്ടോ. സൂര്യോദയം അല്ലെങ്കിൽ അസ്തമയം ഗോൾഡൻ കളറിലേക്ക് മഞ്ഞുമലകൾ മാറുന്നൊരു കാഴ്ചയുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഗാന്ത്രൂക്ക് വില്ലേജ് കൂടി ആകുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ ആരും മിസ് ചെയ്യരുതേ ഈ ഒരു അസുലഭ മുഹൂർത്തം. ഞാനുണ്ടല്ലോ ആ ഒരു വ്യൂ എല്ലാം കണ്ടതിന് ശേഷം പിന്നെ പോയി കിടന്നുറങ്ങി. അത്യാവശ്യം ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും എണീറ്റ് വന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ചായ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായ പാലും ചായയും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടെ ഉണ്ടാകുന്ന മില്ലറ്റിന് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സേൽ റൊട്ടിയാണ്. സേൽ റൊട്ടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് സിക്കിമിൽ നിന്ന്. അപ്പം മില്ലറ്റിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഇവരൊരു കറി കൂടി തരുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ടേസ്റ്റ് മറ്റേ അരിയുടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റാണ്, കുറച്ചുകൂടി മധുരം കുറവാണ്. പക്ഷെ അറിയാം, നിങ്ങൾക്ക് നമ്മുടെ റാഗി അറിയില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ. ഇവിടുത്തെ ഉണ്ടല്ലോ ഈ ഒരു ഇളം വെയിൽ കൊണ്ട് ഇങ്ങനെ ഈ ഒരു മലയിലെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് നേരം നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം പതുക്കെ നമുക്ക് ഈ ഗ്രാമത്തിൽ കൂടി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങാം കേട്ടോ. എന്നാ ഒരു ഭംഗിയാ. എനിക്ക് ഇതിന്റെ ആ ഒരു ത്രില്ല് അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. നമ്മുടെ ഭയ്യാജി ഉണ്ടല്ലോ രാവിലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. സോ അഭി ഹം मेरे को है ना आपका ये पुराना वाला घर थोड़ा दिखाओ है ना. नमस्ते. हाँ, अभी ഈ 110 years old ये वाला ओके 100 വർഷം പഴക്കമുള്ള ഇതാണ് കേട്ടോ. 110 വർഷം. ഈ 40 years 40 years है. हाँ हाँ, കുറച്ച് പുതിയതാ. अभी बाइगो में अभी पुराना वाला घर में. ഓക്കെ, ഞാൻ ഇന്നലെ ये वाला घर में താഴെയായിരുന്നു താമസിച്ചത്. ഇന്ന് ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മളെ पुराना गांव है. ഗുരുങ് എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കേട്ടോ ഈ ഒരു ഗാന്ത്രൂക്ക് വില്ലേജിൽ താമസിക്കുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ട്രഡീഷണൽ വീട്, ഡ്രസ്സ് ഒക്കെയും ഈ ഒരു ഗുരുങ് വിഭാഗത്തിൻ്റെതാണ്. ഇന്നലെ രാത്രിയിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കാഴ്ച മനസ്സിലായില്ലായിരുന്നു. ശരിക്കും 2 നില പോലെ തന്നെയാണുള്ളത്.
ഇതാ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, അവിടെയൊക്കെ ഒരു കിളിവാതിൽ പോലെ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളുടെയൊക്കെ ഒരു നിർമ്മാണ രീതിയിലായിരുന്നു പണ്ടത്തെ, പഴയ കേരളത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിലുള്ള നിർമ്മാണം. അതുകൂടാതെ ഈ ഒരു ലെയറിലും അതിൻ്റെ മേലത്തെ ലെയറിലും വെച്ചേക്കുന്നത് മേലെ ഈ സ്ലേറ്റിൻ്റെ കല്ലുകളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഒരു വരാന്തയിലേക്കാണ് നമ്മൾ വന്ന് കയറുന്നത്. ഇതാണ് നിങ്ങൾ ഇതാ നല്ലൊരു വരാന്ത, അതിന് പുറത്ത് പൂവൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് കാഴ്ചയുള്ളത്. ഒരു കാടിൻ്റെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന പോലെയാണ്. ഇതിൻ്റെ മേലഭാഗം കണ്ടോ നിങ്ങൾ, ഇവിടെയെല്ലാം ഇങ്ങനെ പലകകളാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പല മരം ഇതാക്കി പലക വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇതുപോലെ കല്ല് അടുക്കി അടുക്കി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഉത്തരം കഴുക്കോല് എന്നൊക്കെ പറയുന്ന പോലുള്ള രീതിയിലുള്ള സാധനങ്ങൾ ഇതാ ഇവിടെയുമുണ്ട്. നിർമ്മാണ രീതിയൊക്കെ ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് ഇതുണ്ട്, ഇത് കല്ലുകൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ മണ്ണ് തേച്ച് സെറ്റാക്കിയേക്കുന്നതാണ് കേട്ടോ. അത് തന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു ജനൽ പോലത്തെ കാര്യങ്ങളുണ്ട്. കൂടാതെ ഇവിടെ നിന്നൊരു വാതിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതാ ഒരു റൂമിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് റൂമിൻ്റെ ഉൾഭാഗത്തെ കാഴ്ച. ഇതാ മണ്ണ് തേച്ച് സെറ്റാക്കി നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയിൽ ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത്. അതുകൂടാതെ ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വൃത്തിയുള്ള ബെഡ് കാര്യങ്ങളൊക്കെ. अच्छा वो ट्रेडिशनल हाउस मेंटेन कर रहे हैं ना, वो बहुत अच्छा बात है. हाँ, ये पूरा लकड़ी है. पूरा लकड़ी है ना. अभी मैं आने के टाइम में देखा उधर पूरा कंक्रीट का जैसा बिल्डिंग आ रहा है. इसमें हम ट्रेडिशन देखने के लिए आ रहे हैं. इस टाइम में जैसा जैसा घर भी चाहिए. पूरा ട്രഡീഷണൽ होना चाहिए. എന്തായാലും ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മാക്സിമം നിങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ട്രഡീഷണൽ വീടുകൾ, ഹോം സ്റ്റേകളിലൊക്കെ താമസിക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകളും പിന്നെ ഇതുപോലുള്ള പഴയ വീടുകളൊക്കെ പൊളിച്ച് ഇപ്പം അങ്ങൊക്കെ പണിതേക്കുന്ന പോലെയുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിയും. ആ സമയത്ത് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് കുറേ കോൺക്രീറ്റിൻ്റെ റൂമുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പം മണാലിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ അല്ലെങ്കിൽ ഷിംലയിൽ ആ ഒരു ടൗണില്ല, വെറുതെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൗൺ, ആ രീതിയായിരിക്കും. ഇതുപോലുള്ള ട്രഡീഷണൽ ബിൽഡിങ്ങുകൾ കാണണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വരുമ്പോൾ നമ്മളും ഇവരുടെ കൂടെ താമസിച്ച് ഇവർക്ക് ഇതും കൊണ്ട് ഗുണമുണ്ട് എന്നുള്ളൊരു തോന്നൽ വേണം. അങ്ങനെയാണെങ്കിൽ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പൊളിച്ച് കളയും. See you soon. Safe journey. ഓക്കെ. നമ്മളുടെ കഴിഞ്ഞ ദിവസം കണ്ട പിള്ളേരില്ലേ, അവരെല്ലാവരും കൂടി റിട്ടേൺ തിരിച്ച് പോവുകയാണ്. അപ്പം അവർക്കൊരു ബൈ എല്ലാം പറഞ്ഞ് ഞാനും ഇവരുടെ കൂടെ തന്നെ താഴേക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് ഇറങ്ങുവാണേ. ഓ താങ്ക് യു. ഇന്നലെ രാത്രി രസമായിരുന്നു, അവരുള്ളത് കൊണ്ട് ഡാൻസൊക്കെ കളിച്ച് നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു. ആക്ച്വലി നമ്മൾ ദീദിയും ഇന്ന് പോകുന്നില്ല. ഞാൻ ഇനിയിപ്പം ഇവിടെ നിന്ന് നമുക്ക് അടുത്തൊരു ഗ്രാമം, ട്രഡീഷണൽ ഗ്രാമമുണ്ട്, അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ കാണാനായിട്ട് പോകാം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ടോ നിങ്ങൾ, ഹെലികോപ്റ്ററൊക്കെ വരുന്നത് കാണാം. അതായത് നമ്മളുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ നിന്ന് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രെക്കിങ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ പോയിട്ട് വരുന്ന ആളുകളെ, എമർജൻസി ആയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നത് ഇതുപോലുള്ള ഹെലികോപ്റ്ററിലാണ്. ഇതിൽ നേരെ കൊണ്ടുപോയി പൊക്രയിൽ കൊണ്ടുപോയി ഇറക്കും കേട്ടോ. ഇനി നമുക്ക് ഗാന്ത്രൂക്കിൻ്റെ ഗ്രാമങ്ങളിലൂടെ നടക്കാനിറങ്ങാം. ഇവരുടെ കൃഷിരീതികളും ഇവരുടെ ചരിത്രപ്രധാനമായിട്ടുള്ള നിർമ്മിതികളും ഒക്കെ കണ്ടും കേട്ടും തൊട്ടും തലോടിയും ഈ ഗ്രാമത്തെ കൂടുതലറിയാം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക. ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ, സ്നേഹം മാത്രം. വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.